നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും മോളെ അല്ലാണ്ട് വേറെ ആരും കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ഇവൻ ഒറ്റ കാലേ നിൽപ്പായിരുന്നു. എനിക്കാണും പെണ്ണുമായിട്ട് ഇവനല്ലേ ഉള്ളൂ. ഇവന്റെ ഇഷ്ടം നടക്കട്ടെ. മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അതെ അതെ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഇവൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് നല്ല സ്ത്രീധനം തരാമെന്നും പറഞ്ഞ് ധാരാളം ആലോചനകൾ വരുന്നുണ്ട്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ എനിക്കും എന്റെ മോനും ചെറുതാകാൻ പറ്റുമോ? അതുകൊണ്ട് 101 പവൻ സ്വർണം മോൾക്കിടണം. അത് നിർബന്ധം. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ഉണ്ണേട്ടാ? നമുക്ക് മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ സ്വർണ്ണവിലേക്ക് അറിയാലോ. ഏറിയാൽ ഒരു 25 പവൻ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ കൂട്ടിയാൽ കൂടൂല. പക്ഷേ സൂരജിന്റെ അമ്മ ഇങ്ങനെ ഇടഞ്ഞു നിന്നാൽ നമുക്ക് മയക്കോടി വെച്ചെങ്കിൽ തളയ്ക്കാന്നേ അല്ലേ ചേട്ടാ? എനിക്കൊരു തരി പൊന്നു വേണ്ട. അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിവളെ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും. അതെനിക്കറിയാം സൂരജ്. എന്നാലും തുടക്കത്തിൽ തന്നെ ഒരു കല്യാണം ഉണ്ടായ പിന്നീടുള്ള ജീവിതത്തെ അത് ബാധിക്കും. എന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ടായിരുന്നു. എത്രയാടാ? ആ എനിക്കറിയില്ല. അതിനാന്നറിയാം, നമ്മളെ ഓരോ പരിപാടി കഴിയുമ്പം അതിൻ്റെ ഒരു വിഹിതം പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇവരും തന്നെ ഇട്ട് തരും. എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കളയത്തുള്ളൂ. ഈ കുടുംബവും കുട്ടികളും ഇല്ലാത്ത എനിക്ക് തന്നെ ഈ പണവും അതൊക്കെ ആ പൈസ ഈ മൂക്ക് കൊടുത്തല്ലേ. എന്നാ കഴിയുന്നത് ഞാനും തരാം. ഞങ്ങളും മാക്സിമം ശ്രമിക്കാം. എല്ലാം എൻ്റെ അമ്മാവൻ ചെയ്തു വെച്ച പണിയാണ്. എൻ്റെ അമ്മാവനൊരു ആലോചന കൊണ്ടുവന്നിരുന്നു. 100 പവനും ഒരു കാറുമായിരുന്നു ഓഫർ. അതാ എൻ്റെ അമ്മ ഇങ്ങനെ. ഓ ഭാഗ്യം, കാറി വെച്ചില്ലല്ലോ. പുതിയ CA സൂരജിന്റെ അമ്മാവനാ. ആര്? ഗോപാലകൃഷ്ണൻ സാറോ? ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയ സ്ഥിതിക്ക് കല്യാണം നടന്നല്ലേ പറ്റൂ. സ്വർണ്ണമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. ഓക്കെ. നീ എന്ത് കണ്ടിട്ടാണ് ഈ 101 പവനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞേ? സൂരജ് സീഡ് അനന്തരവനല്ലേ? അതിന് അപ്പൊ നമ്മൾ 101 അല്ല 102 പവൻ കൊടുക്കും. മനസ്സിലായില്ല? ഓ അങ്ങനെ മനസ്സിലായി മനസ്സിലായി. ചേച്ചി, ചേച്ചിയുടെ വാശി നടന്നല്ലോ. എന്തായാലും ചേച്ചിയുടെ മരുമോള് 101 പവനോട്ട് വീട്ടിലേക്ക് വന്നില്ലേ? ഇത് 2-3 പവൻ കാണും. 2 3 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 പവൻ
എന്താ അമ്മേ? ദേ, ആൾക്കാരെല്ലാം പോയതിനു ശേഷം താലിമാല ഒഴിച്ച് ബാക്കി സ്വർണം എന്നെ ഏൽപ്പിക്കണം. എന്റെ അമ്മേ, ഇതെന്തൊരു ആക്രാന്താണ് അമ്മേ. ദേ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. നാട്ടിൽ മുഴുവൻ കള്ളന്മാരുടെ ശല്യമാണ്. എന്താണ് അമ്മയും മോനും കൂടെ ഒരു വെറുതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഇപ്പോഴോ? അയ്യോ ചേച്ചി ഉച്ചവരെ ലീവ് ഉള്ളൂ, അതുകൊണ്ടല്ലേ. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാം. വരടാ. ശരി അമ്മ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കൊച്ചിനോട് Thank പറഞ്ഞു. you. വാ. ശരി അമ്മ. പോട്ടെടാ. ശരി. ഞാൻ പറഞ്ഞൊന്നും നീ മറക്കണ്ട. താലിമാല ഒഴിച്ച് ആ ഞാനിതെങ്ങനെ സഹിക്കും എന്റെ ഭഗവാനെ? സ്വർണ്ണമെല്ലാം പോയി. അമ്മേ, സ്വർണ്ണമല്ലേ പോയുള്ളൂ. അമ്മ ഇങ്ങനെ കരയാതെ. ഇവിടെ ആരും ചത്തില്ലല്ലോ. ഇതിലും ഭേദം ചാകുന്നു തന്നെയായിരുന്നു. എന്റെ ഭഗവാനെ, എനിക്ക് വയ്യ. ചേച്ചി വിഷമിക്കാതെ. ഗോപാലകൃഷ്ണനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയോ മോനെ? എന്റെ മോന് 101 പവൻ കിട്ടിയെന്ന് അറിഞ്ഞവന്മാരാ ഇത് കട്ടോണ്ട് പോയത്. എനിക്ക് ഉറപ്പാ. മോനെ, എന്റെ സ്വർണ്ണം മുഴുവൻ കട്ടോണ്ട് പോയടാ. ചേച്ചി കരയാതെ, നമുക്ക് അന്വേഷിക്കാം. എനിക്ക് വയ്യ. മോഷണം നടന്ന കാര്യം നിങ്ങൾ എപ്പോഴാ അറിഞ്ഞ? ഇന്ന് രാവിലെ CS സാറിന്റെ പെങ്ങളെ വീടാണ് അറിഞ്ഞുകൊണ്ട് അവന്മാര് പണിതാ. അത് ഉറപ്പല്ലേ? അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. ഞാനിതെങ്ങനെ സഹിക്കും? നിന്റെ മുന്നിൽ നിന്നാണ് പോയത്. എന്റെ അലമാരി ഗോപാലകൃഷ്ണ സ്വർണ്ണം പോയത്. എന്താ നിന്റെ മുറി അലമാരി ഇല്ലായിരുന്നോ? അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമല്ലേ? ചേച്ചിയുടെ ഒരു കാര്യം. മുഴുവനും പോയിട്ടില്ല. കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-65 പവൻ പോയി. സ്വർണം പല സ്ഥലത്തായിട്ടാണോ വെച്ചിരുന്നത്? അല്ല മോനെ, ഒരുമിച്ചാ വെച്ചിരുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യായേ. ഞാനിപ്പോ ചത്തുപോകും. എനിക്കൊരു തുള്ളി വെള്ളം തായോ. മുഴുവൻ സ്വർണവും കൊണ്ടുപോയിട്ടില്ല. അടിപൊളി, കറക്റ്റ് കളറ. എന്നാലും ഉണ്ണി, സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കയറി മോട്ടിച്ച് അള്ളാക്ക് നടക്കാത്ത പണിയായിപ്പോയി. ഒരു തെറ്റുമില്ല. ആ തള്ളയുടെ ആക്രാന്തം തീർന്നു കാണും. അല്ല, അത് കരഞ്ഞറിഞ്ഞ് ബോധം പോയിട്ട് തള്ളേനെ ആശുപത്രി കൊണ്ടുപോയെന്ന് കേട്ടത്. എന്റെ ചായ. എൻ്റെ പെങ്ങൾക്ക് 25 പവൻ കൊടുക്കാന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളെല്ലാവരും തന്നൊരു 10 പവൻ. അത്രയും സ്വർണ്ണം അവിടെ വെച്ചിട്ട് ബാക്കിയല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഈ 65 പവൻ മുക്കുകൊണ്ടവാണെന്ന് ഇനി അവരറിയില്ലല്ലോ. അതെ, എന്നാലും എൻ്റെ പെങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴൊരു വിഷമം. ഒരു വിഷമം വേണ്ട ഉണ്ണിയേണ്ട. സൂരജ് നല്ല പയ്യന. ഒരു തരി പൊന്ന് വേണ്ട നമ്മ പറഞ്ഞില്ലേ. പിന്നെന്താ, ശാരീരം പൊന്നുപോലെ നോക്കിക്കോളൂ. അതാ ഒരു സമാധാനം. ആ CAMന്റെ കാര്യം എന്തായി കാണുവാവോ? അതാരാ വന്നത്? നീ എവിടെ ഇരുന്നു? ഞാൻ നോക്കിട്ട് വരാം. ആരാ? ഈ പാർട്ടീസ് കൊള്ളാവൂടെ വേ. നാട്ടുകാരുടെ മുമ്പ് എന്നെ നാറ്റിക്കരുത് കേട്ടോ. ഇല്ലടോ, എനിക്കറിയാൻ മേലാത്തോണ്ട. ഇവന്മാര് കലക്കും. ബെഡ ടീംസാ. അങ്ങനെയാ. പിന്നെ നമസ്കാരം സാർ. ഞാൻ ഉണ്ണി. ആൻസാണി. വരണം വരണം. ഇതാണോ താൻ പറഞ്ഞ ബെഡാ പാർട്ടീസ്? ആരാടാ? CI സാറ്. ഇതാണ് ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പ്. ഇത് ജിജോ, ഇത് കോയ, ഇതാണ് മനു. ഇതെങ്ങനെ പേടിച്ചു നോക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാ. അങ്ങനെയാണെങ്കിൽ ഓഫീസിലോട്ടിരിക്കാം.
തഞ്ചില് ഞാൻ വരുന്നില്ലേ? അല്ല നിങ്ങൾ സംസാരിക്കും ഞാൻ ഇവരുടെ സെറ്റപ്പ് ഒക്കെ നോക്കട്ടെ. ഇത് തവല അല്ല ട്രിപ്പിള് തെറ്റിപ്പോയി വന്നു. പരിപാടി നടക്കട്ടെ. ആ ചെല്ലടോ കൂടെ ചെല്ല. എന്നാണ് സാർ ഈ പ്രോഗ്രാം? വരുന്ന 5-ാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ വാർഷികമാണ്. 5-ാം തീയതി അല്ലേ? ഉം. ആ. അന്ന് ഞങ്ങൾ ഫ്രീ ആണ് സാർ, വരാം. നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ സോഷ്യൽ മീഡിയ നല്ല വൈറലായതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യണമെന്ന്. സംഭവം ഗംഭീരമായിരിക്കണം കേട്ടോ. ഉറപ്പായിട്ട് സാർ. പാട്ടരങ്ങ്. ഈ പാട്ടരങ്ങ് എന്ന് പറയുമ്പോ പാട്ട് മാത്രമുള്ളോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒരു ഡെയിലി ചുറ്റി നടത്തുന്നുണ്ട് സാറേ. അല്ലേ നമുക്ക് പോവാം. ആ കഴിഞ്ഞോ? ആ എന്നാ ശരി, പിന്നെ വരാം. താൻ എന്നെ ഇവരുടെ ട്രൂപ്പിൽ ചേരാൻ തീരുമാനിച്ചോ? എവിടെ ഞാനും ഉണ്ണി ഇപ്പൊ ബന്ധുക്കാരല്ലേ, അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ? ഓ, വന്നില്ലെങ്കിൽ ഇവരെന്നെ ഇങ്ങോട്ട് വരുത്തും അല്ലേ? ശരി എന്നാ. ആ ഓ ആ, അയ്യോ, ചുട്ടു. ഞാൻ റമ്മടിച്ചാ സാറേ. അല്ല റമ്മടിച്ചാ സാറേ. ആ അയാൾക്ക് നമ്മളെ സംശയമുണ്ട്. അന്ന് കല്യാണത്തിനിടയിൽ അയാൾ എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെ, ഇയാള് പരിപാടി ബുക്ക് ചെയ്യാമെന്നല്ല, നമുക്കൊരു കെണിയായിട്ട് വന്നാ. കെണി ഒരു കീരയിട്ടുകൊണ്ട് ഉറക്കം കളഞ്ഞാടിയിരിക്കട്ടെ കോയക്ക. അയാളെ പൂട്ടാനുള്ള നേരമായി. ഈ ഇടവകയിലെ കുടുംബിനികളുടെ പ്രധാന പ്രശ്നം ദാമ്പത്യ വിഷയങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേര് വീട്ടിൽ ചെന്ന് ആരും ഭാര്യമാരുടെ മെക്കിട്ട് കയറരുത്. സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. പക്ഷേ പല കുടുംബങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് കമ്പമാണ്. വടംവലി മത്സരം പോലെ പിന്നോട്ട് പോകുമ്പോൾ മാത്രം വിജയിക്കുന്ന ഒന്നാണ് ദാമ്പത്യം. പരസ്പരമുള്ള തോൽവിയാണ് ദാമ്പത്യ വിജയത്തിന് ആധാരം. പെണ്ണ് കെട്ടാത്ത അച്ഛനെങ്ങനെയാ ദാമ്പത്യത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് അറിയുന്നത്? പെണ്ണുങ്ങളുടെ കുമ്പസാരകഥകളല്ലേ സ്ഥിരം കേൾക്കുന്നേ, പിന്നെ ഇതിനെ കിട്ടുന്നേ. ഓ അത് നേരാ. സ്നേഹത്തോടൊന്ന് ചിരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റി എന്നോട് കുമ്പസരിക്കാറുണ്ട്. ഈ ദാമ്പത്യ ജീവിതത്തിൽ മൗനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കണം. വാക്ക് വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. ഈ മൗനം എന്ന് പറയണത്